സെക്സിൽ വേണം പരീക്ഷണങ്ങൾ. സ്നേഹപ്രകടനത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് ലൈംഗികതയിൽ ശ്രമിക്കേണ്ടത്. പുരുഷൻ മുകളിലും സ്ത്രീ താഴെയുമായുള്ള സാധാരണ രീതി മാത്രം തുടരുന്നത് കാലക്രമേണ നിങ്ങൾക്ക് സെക്സിനോട് വിരക്തി തോന്നാൻ ഇടവരും. ഇന്നും പോലെ ഒഴുകുന്ന പുഴ സുന്ദരമാണ്, എന്നാൽ സെക്സിൽ ആ ഒഴുക്കിന് സൗന്ദര്യം അല്പം കുറഞ്ഞേക്കാം. വൈവിധ്യങ്ങളാണ് ലൈംഗിക ആസ്വാദനത്തിൻ്റെ അടിത്തറ. ഭാരതീയ ശില്പങ്ങളിലും കാമസൂത്രയിലും ലൈംഗികതയിൽ വൈവിധ്യങ്ങൾ പ്രകടമാണ്. ഒരേ രീതിയിലുള്ള സെക്സ് ദമ്പതിമാർക്കിടയിൽ മടുപ്പ് ഉളവാക്കും. സ്നേഹപ്രകടനത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് ലൈംഗികതയിൽ ശ്രമിക്കേണ്ടത്. പുരുഷൻ മുകളിലും സ്ത്രീ താഴെയുമായുള്ള സാധാരണ രീതി മാത്രം തുടരുന്നത് കാലക്രമേണ സെക്സിനോട് വിരക്തി തോന്നാൻ ഇടവരുത്തും. സെക്സ് മടുത്തു, എനിക്ക് ഇപ്പോൾ സെക്സ് ആസ്വദിക്കാൻ കഴിയുന്നില്ല, ഭാര്യയ്ക്ക് സെക്സിനോട് താല്പര്യമില്ല എന്നിങ്ങനെയുള്ള പരാതികളുമായി മനഃശാസ്ത്രജ്ഞനെ കാണുന്നവർ ഇന്നത്തെ കാലത്ത് നിരവധിയാണ്. ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ദമ്പതിമാരെ നയിക്കുന്നതിന് ഒരു പ്രധാന കാരണം സെക്സിലുള്ള ആവർത്തനമാണ്. സെക്സ് ആവർത്തന വിരസമാകുമ്പോൾ ലൈംഗികതയിലൂടെയുള്ള സംതൃപ്തി കുറയുന്നു, സെക്സിനോടുള്ള താല്പര്യം നഷ്ടമാകുന്നു. പ്രത്യേകിച്ച് പ്രായമേറും തോറും പങ്കാളികൾക്ക് ഇരുവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ സ്വയം കണ്ടെത്തിയാൽ സെക്സ് കൂടുതൽ ആഹ്ലാദകരമാക്കാം. ആശയവിനിമയം ആണ് പ്രധാനം. പെട്ടെന്ന് ഒരു ദിവസം സെക്സിൽ പരീക്ഷണത്തിന് മുതിരുന്നത് ശരിയല്ല. അത് ഏകപക്ഷീയമാകാനും പാടില്ല. പങ്കാളികൾ ഇരുവരും പരീക്ഷണങ്ങൾക്ക് ഒരുപോലെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഒരുങ്ങണം. അതിനായി മനസ്സ് തുറന്നുള്ള ആശയവിനിമയം വേണം. നമുക്ക് മറ്റൊരു രീതി നോക്കിയാലോ എന്ന ആശയം പങ്കാളികൾ പരസ്പരം പങ്കുവയ്ക്കണം. സെക്സിൽ പരീക്ഷണങ്ങൾക്ക് കൃത്യമായ ഒരു ചട്ടക്കൂടില്ല. ആസ്വദിക്കാവുന്ന ഏത് രീതിയും പരീക്ഷിക്കാവുന്നതാണ്. എന്നാൽ പുരുഷനെ പോലെ ഏത് രീതിയും ആസ്വദിക്കാൻ സ്ത്രീക്കാവൂ എന്ന് കരുതാനും പാടില്ല. സ്ത്രീയുടെ താല്പര്യത്തിന് പ്രാധാന്യം നൽകണം. സ്ത്രീക്ക് പങ്കാളിക്ക് താല്പര്യമില്ലാത്ത രീതികൾക്ക് നിർബന്ധിക്കരുത്. ഇത് ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുത്തുക. അവിടെയാണ് ആശയവിനിമയത്തിൻ്റെ പങ്ക്. സെക്സിലെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചറിയണം. ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇഷ്ടമില്ലാതിരുന്നതും താല്പര്യമില്ലാത്തതുമായ കാര്യങ്ങൾ പിൽക്കാലങ്ങളിൽ പരസ്പര സ്നേഹത്തിൻ്റെ ഫലമായും ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുന്നതിന് ഫലമായും മാറിയെന്ന് വരാം. പരസ്പരം രണ്ടുപേരും അറിയുക. അതായത് സ്ത്രീക്ക് പങ്കാളിക്ക് പുരുഷ പങ്കാളിയെ അപേക്ഷിച്ച് സെക്സിൽ വേണ്ടത്ര അറിവുണ്ടാകണമെന്നില്ല. വിദ്യാസമ്പന്നയാണെങ്കിലും സെക്സിനെ കുറിച്ച് ഭയവും ആശങ്കകളുമായിരിക്കും മനസ്സ് നിറയുക. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ സെക്സിനെ കുറിച്ചുള്ള ആദിയാവും ചില പെൺകുട്ടികളുടെ മനസ്സിൽ നിറയുക. അതിന് പങ്കാളികൾ ഇരുവരും പരസ്പരം നന്നായി മനസ്സിലാക്കിയതിനു ശേഷം സെക്സിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാൻ ശ്രമിക്കുക. സെക്സ് ഒരു തുറന്ന പുസ്തകമാക്കണം. സെക്സിനെ കുറിച്ച് എന്തും പറയാനുള്ള മാനസിക അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ മനസ്സും ശരീരവും പരസ്പരം അറിഞ്ഞാൽ മാത്രമേ പങ്കാളികൾക്കിടയിൽ ലൈംഗിക അടുപ്പം കൂടുതൽ ദൃഢമാവുകയുള്ളൂ. ദമ്പതിമാർ തങ്ങളുടേതായ ഒരു ഭാഷ രൂപപ്പെടുത്തിയെടുക്കുന്നത് നല്ലതാണ്. ചില ശാരീരിക സൂചനകളിലൂടെ ആശയവിനിമയം നടത്താൻ കഴിയണം. സ്വകാര്യ നിമിഷങ്ങളിൽ ലൈംഗിക താല്പര്യങ്ങളെക്കുറിച്ചുള്ള താല്പര്യങ്ങൾ കൈമാറാം. കിടപ്പറയിൽ ആവശ്യങ്ങൾ ആദ്യമായി അവതരിപ്പിക്കുന്നതിനേക്കാൾ നേരത്തെ തയ്യാറായി എത്തുന്നതാണ് നല്ലത്. പരീക്ഷണങ്ങൾ ഒരുമിച്ച് പുരുഷൻ മാത്രം പരീക്ഷണങ്ങൾക്ക് മുതിരാൻ പാടില്ല. രണ്ടുപേരും ഒരുമിച്ച് വേണം പരീക്ഷണങ്ങൾക്ക് മുതിരാനായിട്ട്. കിടപ്പറയിൽ ലൈംഗികതയുടെ പുത്തൻ മെച്ചിൻപുറങ്ങൾ തേടുന്നത് പങ്കാളികൾ ഒരുമിച്ചായിരിക്കണം. പരീക്ഷണങ്ങളുടെ ഓരോ ഘട്ടത്തിലും പരസ്പര ആസ്വാദനത്തിൻ്റെ ആഴം ചോദിച്ചറിയാനും ശ്രമിക്കണം. ഇതിനായി അശ്ലീല പുസ്തകങ്ങളുടെയും നീലച്ചിത്രങ്ങളുടെയും സഹായം തേടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നീലച്ചിത്രങ്ങളിൽ കാണുന്ന രീതികൾ ശാസ്ത്രീയമല്ല, അത് അനുകരിക്കുന്നത് അപകടകരവുമാണ്. പങ്കാളിക്ക് തൃപ്തി ലഭിക്കുന്നില്ലെന്ന് അറിഞ്ഞാൽ പിന്നീട് ആ രീതി തുടരാതിരിക്കാം. യാതൊരു കാരണവശാലോ അപകടകരമായ ലൈംഗിക രീതികൾ പാടില്ല. ഏറ്റവും ലളിതവും സുന്ദരവുമായ രീതികൾ പങ്കാളിക്ക് സ്വയം കണ്ടെത്താവുന്നതേയുള്ളൂ. പൂർവ്വലാളനകളിൽ തുടങ്ങാം. പൂർവ്വലാളനകളാണ് ലൈംഗികതയിലേക്കുള്ള വാതിൽ. പങ്കാളികൾ പരസ്പരം ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ശരീരഭാഗങ്ങൾ തഴുകുകയും പൂർവ്വലാളനകളിൽ സാധാരണമാണ്. എന്നാൽ ലൈംഗിക പരീക്ഷണങ്ങൾ ഈ പടിവാതിൽക്കൽ മുതൽ തുടങ്ങാം. ലൈംഗികത ഉണർത്തുന്ന ധാരണ രീതി, വശ്യമായ പെർഫ്യൂമിൻ്റെ ഉപയോഗം, ഇങ്ങനെ അന്നുവരെ കാണാത്ത ലോകത്തിലേക്ക് പങ്കാളിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന പരീക്ഷണങ്ങൾ ആകാം. എന്നാൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ പൂർവ്വലാളനകൾക്ക് കാത്തു നിൽക്കാതെ നേരെ ലൈംഗികതയിലേക്ക് കടക്കുന്നത് സ്ത്രീക്ക് വേദനാജനകമായ ഒരു അനുഭവമായി മാറാറുണ്ട്. പൂർവ്വലാളനകളിൽ കാൽപ്പനിക ഭാവങ്ങൾ നെയ്തെടുത്താൽ സെക്സ് ആദ്യം മുതൽ ആസ്വാദ്യകരമാക്കാം.
ലൈംഗിക പരീക്ഷണങ്ങൾ പങ്കാളിക്ക് പീഡനമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞല്ലോ. പല വിവാഹമോചന കേസുകളിലും പുരുഷൻ്റെ തന്നിഷ്ടപ്രകാരമുള്ള ലൈംഗിക പരീക്ഷണങ്ങളാണ് വില്ലനാകുന്നത്. അതിനാൽ ലൈംഗികതയിൽ പുതുമ തേടുന്നവർ ശ്രദ്ധയോടെ വേണം സമീപിക്കാൻ. സെക്സ് ആസ്വാദ്യകരമാക്കാൻ ശാസ്ത്രീയമായി തയ്യാറാക്കിയ പുസ്തകങ്ങളുടെ സഹായം തേടുന്നത് കൊണ്ട് തെറ്റില്ല. സുഹൃത്തുക്കളിൽ നിന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള രീതികളും പരീക്ഷിക്കരുത്. ഓരോരുത്തർക്കും പരിമിതികളുണ്ട്. എല്ലാ രീതികളും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാനാവില്ല. ബെഡ്റൂമിൽ വെച്ച് മാത്രമേ സെക്സ് പാടുള്ളൂ എന്നില്ല. സെക്സ് ബെഡ്റൂമിന് പുറത്തു പാടില്ലെന്ന് ശഠിക്കുന്ന സ്ത്രീകളുമുണ്ട്. എന്നാൽ സ്വകാര്യതയുണ്ടെങ്കിൽ വീടിൻ്റെ ഏത് ഭാഗത്ത് വെച്ചും സെക്സ് ദമ്പതികൾക്ക് ആകാവുന്നതാണ്. മറ്റാരുടെ സാന്നിധ്യമില്ലാതെയുള്ള സാഹചര്യങ്ങളിൽ ബാഹ്യലീലകളോ രതിക്രിയകളോ ചെയ്യുന്നത് തെറ്റില്ല. അടുക്കളയിലോ ബാത്റൂമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവൃത്തിയെടുക്കുന്നതിനിടയിലോ ദമ്പതികൾ സെക്സ് ആകാവുന്നതാണ്. ചിലർ രാത്രി മാത്രമേ സെക്സിൽ ഏർപ്പെടാറുള്ളൂ. പകൽ സെക്സിനോട് നോ പറയുന്നവരുണ്ട്. എന്നാൽ സെക്സിന് കൃത്യമായ സമയവ്യത്യാസങ്ങളില്ല. രാത്രിയിൽ മാത്രം സെക്സ് ശീലമുള്ളവർ പകൽ സെക്സിന് സമയവും സന്ദർഭവും കണ്ടെത്താൻ ശ്രമിക്കുന്നത് സെക്സ് കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ സഹായിക്കും. സ്നേഹവും പരസ്പര ധാരണയുമുള്ള സ്ത്രീകൾക്ക് സെക്സ് എപ്പോൾ വേണമെങ്കിലും ആസ്വദിക്കാവുന്നതാണ്. ഇണയെ പരമാവധി ഉണർത്തുന്ന താല്പര്യവും പങ്കാളിയുടെ സുഖത്തിനു വേണ്ടി സർവ്വതും സമർപ്പിക്കാനുള്ള സന്നദ്ധയുമായിരിക്കണം ദമ്പതികളുടെ സെക്സിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ബന്ധം കൂടുതൽ ദൃഢമായി സ്നേഹസമൃദ്ധമായി വർഷങ്ങളോളം നിലനിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്.